ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു ജാസ് വേൾഡ്. നമുക്കിപ്പോൾ ട്രാവൽ വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്രാഫ്റ്റ് മാക്രമേ സ്പൈറൽ പ്ലാൻ ഹാങ്ങർ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 3 റിങ്ങാണ്. ഒരേ വലിപ്പത്തിലുള്ള 2 റിങ്ങും പിന്നെ ഒരു ചെറിയ റിങ്ങും എടുത്തിട്ടുണ്ട്. ഞാനിത് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റിങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ എംബ്രോയ്ഡറിയുടെ ആ റിങ് ആണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടതൊരു വളയാണ്. ഈ വളയിലേക്കാണ് ഞാനിത് ഹാങ്ങിങ് സ്പൈറൽ ചെയ്ത് കൊടുക്കുന്നത്. ഈ വളയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മരക്കഷ്ണമോ ഒരു തടിയോ അങ്ങനെ എന്താണെങ്കിലും അത് വെച്ചാണെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ വേണ്ടത് മാക്രമയുടെ ത്രെഡാണ്. പിന്നെ വേണ്ടത് ഒരു കത്രിക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റിങ്ങിലേക്ക് നമ്മൾ മാക്രമയുടെ ത്രെഡ് നല്ലതുപോലെ ടൈറ്റായിട്ട് ഫുൾ ചുറ്റിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ വലിയ 2 റിങ്ങും ഒരു ചെറിയ റിങ്ങും നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ 3 റിങ്ങും നമ്മൾ ചുറ്റിയെടുത്തിരിക്കുകയാണ്. ഈ ചെറിയ റിങ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വലിയ റിങ് ചെറിയ റിങ്ങിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചിട്ട് 2 വശത്തും വലിയ സർക്കിൾ വെച്ചിട്ട് നമ്മൾ ഈ മാക്രമയുടെ ത്രെഡ് കൊണ്ട് തന്നെ ചുറ്റിയെടുക്കണം. അപ്പോൾ ഒരു വശത്ത് നമ്മൾ കെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സർക്കിളും കൂടെ നമ്മൾ ഇപ്പുറത്തെ വശത്ത് അതേ അളവിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഇനി ഈ വലിയ 2 റിങ്ങും കൂടെ മുകൾ വശത്തായിട്ട് ചേർത്ത് വെച്ച് ഈ ത്രെഡ് കൊണ്ട് തന്നെ നല്ലതുപോലെ ചുറ്റി കെട്ടിയെടുക്കണം. ഇപ്പോൾ നമുക്ക് പ്ലാന്റർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാക്രമയുടെ ത്രെഡ് കൊണ്ട് തന്നെ സ്പൈറൽ ഹാങ്ങിങ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 മീറ്റർ നീളത്തിലുള്ള മാക്രമയുടെ ത്രെഡാണ്. ഈ ത്രെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജൂട്ട് ആണെങ്കിലും മതി. ഇത് നമ്മൾ 2 മീറ്ററിൽ എടുത്തിട്ട് കറക്റ്റ് നടുക്ക് ഭാഗം കൊണ്ട് മടക്കി 1 മീറ്റർ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിനി ഈ മടക്കിയെടുത്ത 2 ത്രെഡും ഞാൻ ഈ വളയിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് നമുക്ക് സ്പൈറൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വളയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എടുത്ത പോലത്തെ ചെറിയ റിങ് ആണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ തടി കഷ്ണമാണെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഈ ഇപ്പോൾ കാണിച്ചേക്കുന്ന പോലെ തന്നെ കെട്ടിയെടുക്കണം. ഇത് 2 എണ്ണം നമ്മൾ കെട്ടിയെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ 4 ത്രെഡാണ് താഴേക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള ത്രെഡ് 4 പോലെ ഈ ഷേപ്പിൽ 4 പോലെ വലത്തേക്ക് മടക്കിയിട്ട് റൈറ്റ് സൈഡിലുള്ള ത്രെഡ് അടിയിൽ കൂടെ മുകൾ വശത്തേക്ക് എടുക്കണം. മുകൾ വശത്തേക്ക് എടുത്തിട്ട് ഇനി ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതിൻ്റെ അടിയിലൂടെ എടുത്ത് ഇപ്പുറത്തെ നൂലിൻ്റെ അകത്തുകൂടെ പുറത്തേക്ക് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ മുകളിലേക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കെട്ട്. ഇപ്പം നമ്മൾ ഇടത്ത് വശത്തെ നൂലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ വലതുവശത്തു നിന്ന് അതേപോലെ തന്നെ നമ്മൾ തിരിച്ചിടണം. ഇപ്പം നേരത്തെ 4 ചെയ്ത പോലെ തന്നെ തിരിച്ചിട്ടിട്ട് ഏറ്റവും ഇടത്ത് സൈഡിലുള്ള നൂലെടുത്ത് ഇതേപോലെ തന്നെ മുകളിലൂടെ എടുത്ത് നേരത്തെ കാണിച്ച പോലെ അപ്പുറത്തെ സൈഡിൽ അടിവശത്തും കൂടെ എടുക്കണം.
ഇത് നമ്മൾ ആദ്യം വിചാരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന്. പക്ഷേ നമ്മൾ 1-2 വട്ടം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ടെക്നിക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. 2-3 വട്ടം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്കൂടെ തന്നെ നമ്മൾ ചെയ്ത് ഇതിൻ്റെ അകത്തൂടെ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് പുറത്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ ഈ നൂലിൻ്റെ താഴെ വരെ എവിടെ വരെയാണോ നമുക്ക് ഇതേപോലെ ടൈ ചെയ്യാൻ പറ്റുന്നത് അതുവരെ നമ്മൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇടതുവശത്തെയും വലതുവശത്തെയും ത്രെഡ് ചെറുതായിട്ടുണ്ട്. ആ ത്രെഡിലാണ് നമ്മൾ കെട്ടിട്ട് കൊടുത്തത്, അതുകൊണ്ടാണ് അത് ചെറുതായിരിക്കുന്നത്. നടുക്ക് വശത്തുള്ള 2 നൂല് വലുതായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വരെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വശത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ത്രെഡ് മുകളിലേക്ക് മടക്കി ആ നടുക്ക് കിടക്കുന്ന 2 ത്രെഡ് ഉപയോഗിച്ച് ഇതിന് മൊത്തത്തിൽ കവർ ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെയാണ് നമുക്കിപ്പം ഈ ത്രെഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്രമയുടെ സ്പൈറൽ ഹാങ്ങിങ് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ പ്ലാന്ററിലേക്ക് നമുക്ക് ബന്ധിപ്പിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാലൻസ് കിടക്കുന്ന നൂല് നമ്മൾ അതിലേക്ക് വെച്ചിട്ട് ഇതിനെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റേഴ്സ് നമുക്ക് നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അത് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നത് നമ്മുടെ കൈകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഐഡിയകളിലാണ്. അപ്പോൾ അത് നമുക്ക് സന്തോഷം തരിക മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെയും പെട്ടെന്ന് ഇത് അവർക്ക് നോട്ടീസ് ചെയ്യാനും കൂടെ പറ്റും. കാരണം പുറത്തൊന്നും അങ്ങനെ കാണാത്ത ടൈപ്പിലുള്ളൊരു പ്ലാന്റർ ആയതുകൊണ്ട് പെട്ടെന്ന് അതൊരു അട്രാക്ഷൻ തോന്നുകയും ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള പോട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പോട്ടിൻ്റെ അളവിലാണ് ചെറിയ റിങ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എത്ര വലിപ്പമുള്ള ചട്ടിയാണോ ഉള്ളത് ആ വലിപ്പത്തിനനുസരിച്ച് വേണം അടിവശത്തെ റിങ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും മക്രമേ സ്പൈറൽ പ്ലാൻ ഹാങ്ങർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ ഉണ്ട്, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.